ഹലോ, വെൽക്കം ടു മാക്സിയോൺ. നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് സീരീസിലെ റിയൽ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം റിയൽ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പോയിന്റ് സെറ്റ് ഓഫ് ടോപ്പോളജിയും സീക്വൻസും സീരീസും അതേപോലെ തന്നെ റെയ്മാൻ ഇൻ്റഗ്രലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അൺകൗണ്ടബിൾ സബ്സെറ്റ് ഓഫ് R2 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. R2വിൻ്റെ തന്നിരിക്കുന്നതിൽ അൺകൗണ്ടബിൾ സബ്സെറ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ xy ബിലോങ്സ് ടു R2 സച്ച് ദാറ്റ് x ബിലോങ്സ് ടു Q ഓർ x പ്ലസ് y ബിലോങ്സ് ടു Q എന്നാണ്. അതായത് ഈ സെറ്റിനകത്ത് ഉണ്ടാവുന്ന എലമെൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡേഡ് പെയർ XYകളാണ് നമുക്ക് ഉണ്ടാവുക. ആ ഓർഡേഡ് പെയർ XYകളിൽ എക്സ് എന്ന് ഒന്നെങ്കിൽ റാഷണൽ ആവാം, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത് എക്സ് പ്ലസ് വൈ ഇറാഷണൽ ആവണം. ഇതാണ് കണ്ടീഷൻ. ഒന്നെങ്കിൽ എക്സ് റാഷണൽ ആയിരിക്കണം, അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ റാഷണൽ ആയിരിക്കണം. ഇപ്പോൾ എക്സ് റാഷണൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ, എക്സ് റാഷണൽ ആണ്, വൈയുടെ കാര്യം അവിടെ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ വൈ നമുക്ക് എന്തെടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. അതായത് ഇപ്പോൾ എക്സ് നമുക്ക് റാഷണൽ എടുക്കുന്നു, വൈ നമ്മൾ ഇറാഷണൽ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെറ്റ് എന്തായിട്ട് മാറി, അൺകൗണ്ടബിൾ ആയിട്ട് മാറി. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ഇനി എക്സ് പ്ലസ് വൈ എന്തായാലും മതി, റാഷണൽ ആയാൽ മതി. അപ്പോൾ വൈ നമ്മൾ കൗണ്ടബിൾ, അതായത് വൈ നമുക്ക് ക്യൂ കോംപ്ലിമെൻറ്റ് എടുക്കുകയാണെങ്കിൽ മൈനസ് വൈയും എവിടെ ഉണ്ടാവും, ക്യൂ കോംപ്ലിമെൻറ്റിനകത്ത് ഉണ്ടാവും. അപ്പോൾ വൈ പ്ലസ് മൈനസ് വൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, 0 ആയിരിക്കും. അത് നമ്മുടെ റാഷണൽ നമ്പേഴ്സിനകത്ത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതും നമുക്ക് എന്തായി, അൺകൗണ്ടബിൾ ആയിട്ട് മാറി. അപ്പം ഒന്നാമത്തെ സെറ്റ് എന്ത് സെറ്റാണ്, അൺകൗണ്ടബിൾ സെറ്റാണെന്ന് നമുക്ക് പറയാം. കാരണം ഒന്നെങ്കിൽ എക്സ് ക്യൂ റാഷണലാണ്, അപ്പോൾ നമുക്ക് വൈക്ക് നമുക്ക് റാഷണൽ എടുക്കാനുള്ള ചോയ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അൺകൗണ്ടബിൾ എന്ന് പറയാം. ഇനി അതല്ല എക്സ് പ്ലസ് വൈ നമ്മൾ റാഷണൽ ആയാൽ മതി എന്നാണെങ്കിൽ പോലും നമുക്ക് എന്താണ്, അത് അൺകൗണ്ടബിൾ സെറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. കാരണം നമ്മൾ ഇറാഷണൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് നമുക്ക് ഇറാഷണൽ ആയിരിക്കും. ഈ രണ്ട് ഇറാഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ആ സെറ്റ്, ഒന്നാമത്തെ സെറ്റ് ഒരു അൺകൗണ്ടബിൾ സെറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഓപ്ഷൻ എ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ് വൈ ബിലോങ്സ് ടു R2വിൽ എക്സ് റാഷണൽ ആയിരിക്കണം, വൈയും റാഷണൽ ആയിരിക്കണം. അതായത് എക്സ് ബിലോങ്സ് ടു ക്യൂ ആൻഡ് വൈ ബിലോങ്സ് ടു ക്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സും റാഷണൽ ആയിരിക്കണം, വൈയും റാഷണൽ ആയിരിക്കണം. അപ്പോൾ അത് രണ്ടും റാഷണൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും, എക്സും റാഷണൽ വൈയും റാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്യൂ ക്രോസ് ക്യൂ ആയിരിക്കും നമ്മുടെ ആ ഒരു സെറ്റ് നമുക്ക് വരുന്നുണ്ടാവുക. ക്യൂ ക്രോസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റാഷണൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആണ്. ആ രണ്ട് റാഷണൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കൗണ്ടബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തെ സെറ്റ് ഒരു കൗണ്ടബിൾ സെറ്റ് ആയിരിക്കും. സോ ഓപ്ഷൻ ബി നമുക്ക് ഫോൾസ് ആണെന്ന് പറയാം. കാരണം നമുക്ക് ചോദിച്ചിട്ടുള്ളത് അൺകൗണ്ടബിൾ സബ്സെറ്റ്സ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മൂന്നാമത്തത് ഓപ്ഷൻ സി, നമുക്ക് എയിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നതേ ഉള്ളൂ ഓപ്ഷൻ സി. കാരണം ഓപ്ഷൻ സിയിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള എന്താണ്, എക്സ് റാഷണൽ ആയിരിക്കുക ഓർ വൈ റാഷണൽ ആയിരിക്കുക. ഒന്നെങ്കിൽ എക്സ് റാഷണൽ ആവുക, അല്ലെങ്കിൽ വൈ റാഷണൽ ആവുക. ഇപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ എടുക്കാം, എക്സ് റാഷണൽ ആയിട്ടും വൈ ഇറാഷണൽ ആയിട്ടും നമുക്ക് ചൂസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്തെടുക്കാം, എക്സ് ഇറാഷണൽ ആയിട്ടും വൈ റാഷണൽ ആയിട്ടും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഓപ്ഷൻ ആണെങ്കിലും ഈ സെറ്റ് എന്തായിരിക്കും, ഒരു അൺകൗണ്ടബിൾ സെറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ തിരിച്ച് നമുക്ക് അടുത്ത് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാലും ഇതും എന്ത് തന്നെയായിരിക്കും, അൺകൗണ്ടബിൾ ആയിട്ടുള്ള സെറ്റ് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ് റാഷണൽ ആണെങ്കിൽ നമുക്ക് വൈക്ക് നമുക്ക് ചോയ്സ് ഉണ്ട് ഇറാഷണൽ എടുക്കാനായിട്ട്, വൈ റാഷണൽ ആണെങ്കിൽ എക്സിന് നമുക്ക് ചോയ്സ് ഉണ്ട്. കാരണം എക്സ് അല്ലെങ്കിൽ വൈ ഏതെങ്കിലും ഒന്ന് റാഷണൽ ആയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റും എന്തായിരിക്കും, അൺകൗണ്ടബിൾ സെറ്റ് ആയിരിക്കും. അപ്പോൾ അൺകൗണ്ടബിൾ സെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഓപ്ഷൻ ട്രൂ ആയിരിക്കും. ഓപ്ഷൻ സിയും നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഇനി നാലാമത്തെ ഓപ്ഷനിലേക്ക് വരാം. നാലാമത്തെ ഓപ്ഷനിൽ നമുക്ക് പറയുന്നത് എന്താണ്, എക്സ് വൈ ബിലോങ്സ് ടു R2 ആണ്, എക്സ് ബിലോങ്സ് ടു ക്യൂ അല്ലെങ്കിൽ വൈ സ്ക്വയർ ബിലോങ്സ് ടു ക്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ എക്സ് ബിലോങ്സ് ടു ക്യൂ അല്ലെങ്കിൽ വൈ സ്ക്വയർ ബിലോങ്സ് ടു ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ് ബിലോങ്സ് ടു ക്യൂ ആണ്, നമുക്ക് വൈക്ക് നമുക്ക് ചോയ്സ് ഉണ്ട്, വൈ നമുക്ക് ക്യൂ കോംപ്ലിമെൻ്റ് എടുക്കാം. ഇനി വൈ സ്ക്വയർ നമുക്ക് ക്യൂ ആണ് എടുക്കുന്നതെങ്കിൽ വൈ എന്ന് പറയുന്നത് നമുക്ക് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ, നമുക്ക് അൺകൗണ്ടബിൾ നമ്പർ ഓഫ് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ നമുക്ക് എന്ത് വരുന്നുണ്ട്, റാഷണൽ ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ ഡിയും നമുക്ക് കൗണ്ടബിൾ ആയിരിക്കും. സോ അൺകൗണ്ടബിൾ ആയിരിക്കും. ഈ ഒരു സെറ്റ് നമുക്ക് അൺകൗണ്ടബിൾ ആയിട്ടുള്ള സെറ്റാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും സെറ്റ് എ സി ഡി എന്ന് പറയുന്ന ഈ മൂന്ന് സെറ്റുകളും അൺകൗണ്ടബിൾ സബ്സെറ്റുകളായിരിക്കും R2വിൻ്റെ. സോ ഓപ്ഷൻ എ സി ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ, അല്ലെങ്കിൽ ആർ ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെൻറ്റ്സുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചത്.
ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എവറി ബൗണ്ടഡ് സീക്വൻസ് ഓഫ് ആർ ഹാസ് എ കൺവേർജന്റ് സബ്സീക്വൻസ്. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ തിയറമാണ് ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം. നമുക്ക് സീക്വൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയുന്ന തിയറമാണ് എവറി ബൗണ്ടഡ് സീക്വൻസ് ഹാസ് എ കൺവേർജന്റ് സബ്സീക്വൻസ് എന്നുള്ളത്. അപ്പോൾ ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം പ്രകാരം ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഇനി എവറി സീക്വൻസ് ഇൻ ആർ ഹാസ് എ മോണോട്ടോൺ സബ്സീക്വൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് മോണോട്ടോൺ കൺവേർജൻസ് തിയറമാണ്. ഏതൊരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു സബ്സീക്വൻസ് ഉണ്ടാവും. സോ മോണോട്ടോൺ കൺവേർജൻസ് തിയറം എന്ന് നമുക്ക് പറയാം. ഒന്നാമത്തത് ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം, രണ്ടാമത്തത് മോണോട്ടോൺ കൺവേർജൻസ് തിയറം. അപ്പോൾ ഈ രണ്ട് തിയറം, ഇത് രണ്ടും തിയറങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ട്രൂ ആയിരിക്കും. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? എവറി സബ്സീക്വൻസ് ഓഫ് ആൻ അൺബൗണ്ടഡ് സീക്വൻസ് ഇൻ ആർ ഈസ് അൺബൗണ്ടഡ്. അതായത് ഒരു അൺബൗണ്ടഡ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സബ്സീക്വൻസുകളും അൺബൗണ്ടഡ് ആയിരിക്കുമോ എന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അവിടെ നിർബന്ധമില്ല. ഇപ്പം നമ്മുടെ എൻ എന്ന് പറയുന്ന സീക്വൻസ് നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം? എൻ ഓഡ് ആവുന്ന സമയത്ത് എന്നും എൻ ഈവൻ ആവുന്ന സമയത്ത് നമ്മൾ വണ്ണും നമ്മൾ ചൂസ് ചെയ്യാം. ഈ ഒരു സീക്വൻസ് n വലുതാവുന്നതിനനുസരിച്ച് ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി, ഇത് നമുക്ക് ഇൻഫിനിറ്റിയിലോട്ട് പോകും. ഒരു അൺബൗണ്ടഡ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. പക്ഷേ ഇതിന് നമുക്ക് രണ്ട് സബ് സീക്വൻസുകളുണ്ട്. ഇപ്പോൾ ബി എൻ എന്ന് പറയുന്നത് എന്താണ്? എൻ എന്ന് പറയുന്ന ഒരു സബ് സീക്വൻസും ഉണ്ട്, സി എൻ എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന സബ് സീക്വൻസും ഉണ്ട്. ഈ സി എൻ എന്ന് പറയുന്ന സബ് സീക്വൻസ് എന്താണ്? ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ എ എൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സീക്വൻസ് അൺബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും നമുക്ക് അൺബൗണ്ടഡ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇവിടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഫോൾസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരികയാണെങ്കിൽ സം ഓഫ് ടു അൺബൗണ്ടഡ് സീക്വൻസ് ഈസ് എഗെയിൻ അൺബൗണ്ടഡ് സീക്വൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബൗണ്ടഡ് അല്ലാത്ത രണ്ട് സീക്വൻസുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബൗണ്ടഡ് അല്ലാത്തൊരു സീക്വൻസ് ആണോ കിട്ടുക എന്നുള്ളത്. അതും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എ എൻ എന്ന് പറയുന്നത് നമുക്ക് എന്നും ബി എൻ എന്ന് പറയുന്നത് നമ്മൾ മൈനസ് എന്നും എടുക്കാം. അപ്പോൾ ഈ രണ്ട് സീക്വൻസുകൾ എ എൻ ബി എൻ എന്ന് പറയുന്നത് രണ്ടും അൺബൗണ്ടഡ് ആയിട്ടുള്ള സീക്വൻസുകളാണ്. ഈ രണ്ട് സീക്വൻസുകൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ 0 എന്ന് പറയുന്ന സീക്വൻസ് ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് അൺബൗണ്ടഡ് സീക്വൻസുകളുടെ സമ്മ് വീണ്ടും അൺബൗണ്ടഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓപ്ഷൻസ് അല്ല, നമുക്ക് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഫോൾസ് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ ട്രൂ ആയിട്ടുള്ളത് ഫസ്റ്റും സെക്കൻഡും സ്റ്റേറ്റ്മെന്റ്സുകളാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ സീരീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് സമ്മേഷൻ എ എൻ ബി എ സീരീസ് ഓഫ് പോസിറ്റീവ് ടേംസ്. എ എൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ടേംസുകളുള്ള സീരീസ് ആണ്. ഇഫ് എ എൻ സ്ക്വയർ സമ്മേഷൻ എ എൻ സ്ക്വയർ കൺവേർജന്റ് ആണെങ്കിൽ, സമ്മേഷൻ എ എൻ സ്ക്വയർ കൺവേർജന്റ് ആണെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ട്രൂ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഒരു പോസിറ്റീവ് ടേം സീരീസ് ഉണ്ട്, അതിൻ്റെ സ്ക്വയർ കൺവേർജന്റ് ആണ്. അതായത് എ എൻ എന്ന് പറയുന്ന പോസിറ്റീവ് ടേം സീരീസ് ആണെങ്കിൽ എ എൻ സ്ക്വയർ സീരീസ് എ എൻ സ്ക്വയർ എന്ന് പറയുന്നത് കൺവേർജന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ട്രൂ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എ എൻ എന്ന് പറയുന്ന സീരീസ് നമുക്ക് എന്തെടുക്കാം? 1/n എടുക്കാം. അപ്പോൾ സമ്മേഷൻ എ എൻ എന്ന് പറയുന്നത് നമുക്ക് സമ്മേഷൻ 1/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ടേം സീരീസ് ആണ്. അതിൻ്റെ എ എൻ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ സമ്മേഷൻ എ എൻ സ്ക്വയർ എന്ന് പറയുന്നത് സമ്മേഷൻ 1/n സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കൺവേർജന്റ് ആയിട്ടുള്ള സീരീസ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു കൺവേർജന്റ് ആയിട്ടുള്ള സീരീസ് നമുക്ക് കിട്ടി. ഈ കൺവേർജന്റ് ആയിട്ടുള്ള സീരീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സമ്മേഷൻ എ എൻ ബൈ എൻ എടുത്തു കഴിഞ്ഞാൽ, സമ്മേഷൻ എ എൻ ബൈ എൻ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും? 1/n/n ആയിരിക്കും വരുന്നുണ്ടാവുക. അതായത് 1/n/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ 1/n സ്ക്വയർ. ഈ 1/n സ്ക്വയർ എന്ന് പറയുന്ന സീരീസ് എന്താണ്? ഒരു കൺവേർജന്റ് ആയിട്ടുള്ള സീരീസ് ആണ്. അപ്പം ഇവിടെ നമ്മൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ an/n ഡൈവേർജസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമുക്ക് തെറ്റായി മാറും. ഓസിലേറ്റ്സ് ഫൈനൈറ്റ്ലി എന്ന് പറയുന്നത് തെറ്റായിരിക്കും. ഓസിലേറ്റ്സ് ഇൻഫൈനൈറ്റ്ലി എന്ന് പറയുന്നത് തെറ്റായിരിക്കും. സോ ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ an പോസിറ്റീവ് ടേം സീരീസ് ആണ്, an സ്ക്വയർ കൺവേർജന്റ് ആണെങ്കിൽ നമുക്ക് 1/n എടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയും നമുക്ക് ബാക്കിയുള്ള 3 ഓപ്ഷൻസുകൾ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ റെയ്മാൻ ഇൻ്റഗ്രലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. 1/x 0-1ലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. 1+x ആണ് എപ്പം എക്സ് 0ൻ്റെയും 1/2ൻ്റെ ഇടയിൽ, അതേപോലെ തന്നെ 1/2ൻ്റെയും 1ൻ്റെ ഇടയിലാകുമ്പോൾ, അതേപോലെ 0 ആണ് എപ്പം 1/2 ആകുന്ന സമയത്ത്. അപ്പം ഈ ഒരു ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ 1/2ലാണ് നമുക്കൊരു ബ്രേക്ക് വരുന്നത്. 1/2 ഒഴികെ ബാക്കി എല്ലായിടത്തും ഈ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് അല്ലേ? അതായത് 1+x എന്ന് പറയുന്നത് ഒരു ലീനിയർ പോളിനോമിയൽ ആയതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ 0 മുതൽ 1/2 വരെയും 1/2 മുതൽ 1 വരെയും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. 1/2ലാണ് നമുക്ക് ഈ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂയിറ്റിക്ക് പ്രശ്നം വരുന്നത്. അതായത് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഫംഗ്ഷൻ റെയ്മാൻ ഇൻ്റഗ്രബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം
ഈ ഒരു റീമാൻ ഇൻ്റഗ്രലിൻ്റെ കാര്യം വരുമ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. അതേപോലെ തന്നെ ഒരു ഫംഗ്ഷന് കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആണെങ്കിൽ അതും റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും. അപ്പോൾ റീമാൻ ഇൻ്റഗ്രബിൾ ആവാൻ കണ്ടിന്യൂറ്റി മാത്രം പറഞ്ഞാൽ പോരാ, നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ കൂടെ നമുക്ക് എന്തായിരിക്കും റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും. അവിടെ ഡിസ്കണ്ടിന്യൂറ്റിൻ്റെ കേസ് നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ഡിസ്കണ്ടിന്യൂറ്റി കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണെങ്കിൽ, അതായത് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും? ഒരു റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഒരു പോയിന്റിൽ മാത്രമാണ് നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്തത്. നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ്, ഒന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് റിയൽ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചോദിച്ച് കാണാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കോൺസെപ്റ്റ് ഓഫ് ടോപ്പോളജിയും റീമാൻ ഇൻ്റഗ്രലും സീക്വൻസും സീരീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ പറയാനുള്ളത്. താങ്ക്